ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ റെയർ ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് യൂഷ്വലി ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലാൻഡ്, ജപ്പാൻ പിന്നെ ഇവിടെ ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും വയ്ക്കുന്നതാണ്. ഇവിടെ ഉണ്ടാക്കാറില്ല. ഒരു എക്സോട്ടിക് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾഡ് സ്കൂളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലാൻഡ് ഡിഷായ മാംഗോ സ്റ്റിക്കി റൈസ്. അതെ, കുറേ നാൾക്ക് ശേഷം പറഞ്ഞില്ല, അപ്പം ഒരു ഡെസേർട്ട് തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഇത് ഒതന്റിക് സാധനമാണ് വാങ്ങിച്ചത്. ഒതന്റിക് തായ്ലാൻഡിൽ നിന്ന് ഇറക്കിയ സാധനമാണിത്. ജപ്പാനാണ് ജപ്പാനിൽ നിന്ന് അവർ എക്സ്പോർട്ട്. മാങ്ങ, അതല്ലേ, നല്ല മണമുള്ള മാങ്ങ. നല്ല മണമുള്ള മാങ്ങ. അപ്പം ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സ്റ്റിക്കി റൈസിൽ നിന്നായിരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര അവസാനിപ്പിക്കുന്നില്ല. തായ്ലാൻഡിൽ നിന്ന് നമ്മൾ അതുവഴി ചൈനയിലേക്ക് കയറുന്നുണ്ട്. കാര്യം നമുക്കിപ്പോ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് ചൈനീസ് ഗവൺമെന്റ് അതെ ചൈനീസ് ഫണ്ടുകൾ നമ്മൾ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ, അത് നമുക്ക് സമർപ്പിച്ച സുദീപ് ബ്രോയ്ക്ക് നന്ദിയുണ്ട്. ചൈനച്ചാരൻ. അതെ സുദീപ് ബ്രോയാണ് നമുക്ക് തന്നത്. ചൈനീസിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കി റൈസിന്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് അരി കഴുകി തുടങ്ങാം. അപ്പം അരി കഴുകാൻ നമുക്ക് ഇത് നല്ല വിലയുണ്ട്. ഒതന്റിക് റൈസ് ആണ് മേടിച്ചത്. അതെ നന്നായിട്ട് കഴുകണം. അത് തെളിയും വരെ കഴുകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു വെള്ളം ഇങ്ങനെ കഴുകുമ്പോഴത്തേക്കും ഒരു കഞ്ഞിവെള്ളം കളറില്ലേ, ആ കളറായി വരുന്നുണ്ട്. അല്ല, അതിനിയും ഈ വെള്ളം കളയണം, വീണ്ടും അടുത്ത വെള്ളം കഴുകണം. ഇങ്ങനെ കഴുകി ഈ സ്റ്റിക്കിനെസ് പോകും. സ്റ്റിക്കിനെസ് ഫുൾ പോകില്ല, എങ്കിലും ആ സ്റ്റാർച്ച് കുറേ ഒക്കെ ഒഴിവാക്കും. അപ്പോൾ സ്റ്റിക്കിനെസ് വേണ്ട, വേണം. സ്റ്റാർച്ച് കുറവായിട്ടുള്ള അരി എടുത്താൽ പോരായിരുന്നു. അത് കഥയിൽ ചോദ്യമില്ല. അത്രയും സ്റ്റാർച്ച് വേണ്ട നമുക്ക്. കൂടിയ റൈസ് വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ വെള്ളം കഴുകി, ഇനി രണ്ടാമത്തെ വെള്ളം പിന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വെള്ളത്തിലും ഒരു കഞ്ഞിവെള്ളം ഉണ്ട്. മൂന്നാമത്തെ വെള്ളത്തിലേക്ക് പോകുന്നു. റൗണ്ട് 3 ഇനി വെള്ളം എടുക്കും. ഇത് കുറച്ച് ചിലപ്പോൾ അടുത്ത ഇതിൽ റൗണ്ടിൽ ഇത് ക്ലിയർ ആവും. ഇനിയും ആണോ? ഒരു റൗണ്ട് കൂടി കഴുകാം. ഇത് കുറച്ച് ഒന്നും ഇറങ്ങി നില്ല് കയറ്. അവൻ വെള്ളം എടുക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടതാണ്, ഡയറക്റ്റ് ഫ്രം ടാങ്ക്. എത്തണല്ലേ? ഞാൻ വന്നിട്ട് വലിയ കാര്യം. ഇതിപ്പോ ഏതാണ്ട് കുറച്ച് വെള്ളം കുറച്ച് ക്ലിയർ ആയി കണ്ട, കുറച്ചും കൂടി ക്ലിയർ ആയി. ഞാൻ അടുത്ത വെള്ളത്തിൽ മിക്കവാറും ഇത് നല്ല ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റൗണ്ട് 4 പോവുകയാണ്. ഇപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഏകദേശം ക്ലിയർ. ശക്തി കൊടുത്ത് കഴിയും, അപ്പം കളർ മറിയും. പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ശക്തി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഫുള്ള് വെള്ളം ഒഴിച്ച് കഴിയും. ഇതുകൂടെ മതി. ഈ അവന്മാർക്ക് വെള്ളം എടുക്കാൻ പോകാൻ പറ്റുന്നു. 5 വെള്ളം കഴുകി നമുക്ക് മതിയാക്കാം. ഇനി നമുക്ക് ഇത് വേവിക്കാം. വേവിക്കുമ്പം ഇതിൽ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 റേഷ്യോയിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം. ഒരു കപ്പിന് 2 കപ്പ് വെള്ളം. അല്ലല്ലേ, ഇതിലേ ഒഴിക്കാം. ഏതാണ്ട് ക്ലിയർ ആയി ഗൈസ്. അതെ, നമുക്കിത് അളന്നാൽ മതി വെള്ളം കളഞ്ഞിട്ട്. അപ്പോൾ അരി ഫുള്ള് നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞ് തോർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അളക്കാം. അളന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അളക്കണത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആണ്. അതെ, വെള്ളം ഒഴിക്കണതിന് പച്ചക്കാണ് അളക്കാളത്. ഫുൾ അരി ഇട്ടില്ല, അപ്പൊ പിന്നെ 310 ഗ്രാം ഉണ്ട്. അപ്പൊ അത് തന്നെയല്ലോ കാണാം. അപ്പം 620 ഗ്രാം വെള്ളം ഒഴിക്കണം. 600 ഗ്രാമിന് അളക്കാൻ പറ്റില്ല. വീട് അരക്കുപ്പി വെള്ളം മനസ്സിലാക്കിയതുകൊണ്ട് ഇതിപ്പോ ഒരു കപ്പാണ്. കുറച്ച് വെള്ളം ഇത്തിരി കൂട്ടി എടുക്കണോ? വേണ്ട, മൊത്തത്തിൽ 3 കപ്പ്. 3 കപ്പുണ്ടോ? 3 കപ്പ് ഇല്ലെങ്കിലും ഒരു 2.5 കപ്പ് ഉണ്ട്. അപ്പൊ 5 കപ്പ് വെള്ളം ഒഴിക്കണ്ടേ? 5 കപ്പ് വെള്ളം മതിയാവും. 5 കപ്പ് വെള്ളം. അല്ലടാ, ഇത് നമ്മള് ഇതേ ചൂടാക്കിട്ടല്ല, വെള്ളം ചൂടാക്കിട്ടല്ലേ സാധാരണ ചൂടാക്കിയിട്ടാണ് ചോറ് വേവിക്കാറുള്ളത്. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഈ സാധനം കുക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഒരു മെയിൻ സ്റ്റെപ്പ് നമ്മൾ വിട്ടുപോയി. സ്റ്റെപ്പ് വിട്ടു. അപ്പൊ നമുക്ക് ആദ്യം തേങ്ങ പൊട്ടിക്കണം. തേങ്ങ പൊട്ടിക്കാൻ വിനു ഇങ്ങോട്ട് തിരിഞ്ഞ് പൊട്ടി കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ്. ഇത് വേണ്ടേ? ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് എങ്ങനെ തേങ്ങ പൊട്ടിക്കാം എന്ന് വിനു കാണിച്ചു തരാം. ഇത് പൊട്ടനല്ല ഗൈസ്, ഇതിൽ തന്നെ ഒഴിച്ചാൽ അത് കൊളാവും. വെള്ളം കുടിക്കണമായിരിക്കും അല്ലേ? തേങ്ങ വെള്ളം രാത്രി കുടിച്ച് അച്ഛനും അമ്മയ്ക്കും ദോഷമാണ്.
എത്തിച്ചല്ലേ എല്ലാരെയും കുടിപ്പിക്കാം. എന്നാലും എന്നാ എല്ലാരും കുടിക്കും. എല്ലാരും കുടിക്കും ആരും രക്ഷപ്പെടും. കരിക്കുള്ളതാണ് കുടിക്കാൻ പറ്റാത്ത തേങ്ങ വെള്ളം കുടിക്കും. കടിക്കും ചാത്തി കുടിക്കല്ലേ അപ്പൊ ഞാൻ സ്ഥിരം കുടിക്കാറുണ്ട്. ഇനി നമുക്ക് തേങ്ങ തിരുവണം. ഇതും വേണോ? വേണ്ടേ? അല്ല ആദ്യം അത് തിരിവ് നോക്കാം. ഒരു തേങ്ങ പോരെ? അത് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണ് തിരിവ് ഇത് നോക്കിയിട്ടാണോ ഓണത്തിന് ആരാണ് തേങ്ങ തിരുവണേന്ന് നോക്കാം. ഇത് കിടിലായിട്ട് ചെയ്താൽ നിനക്ക് ഓണത്തിന് ഫുൾ തേങ്ങ നീ തന്നെ തിരിയണം. അന്ന് നമ്മള് തേങ്ങാപ്പാലിലാണ് എല്ലാം ഉണ്ടാക്കണം. കടലപ്പായസം, സദ്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അടപ്രഥമൻ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇവൻ അവന് അറിയാം. വെരി ടാലന്റഡ് ആണ് കേട്ടോ, വെരി ടാലന്റഡ്. നമുക്ക് വേണമെങ്കിൽ ഇത് തേങ്ങാ പൗഡർ വാങ്ങിച്ച് ചെയ്യായിരുന്നു. അതെ അതെ നമ്മള് ചെയ്തില്ല. കാര്യം എന്താ? ഒതന്റിസിറ്റി. OSP means genuinity. അതെ അതെ. Authenticity. ഓ വാട്ട് എ പ്രോഡാ. ഏകദേശം സെറ്റ് ആക്കിയണ്ട. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഇതും വേണ്ട, കുഴപ്പമില്ല. ഇത് ബൈനിയാതും കൂടെ ഉണ്ടല്ലോ. കുഴപ്പമില്ല. അത് വേണമെങ്കിൽ നമുക്ക് എലിക്ക് കൊടുക്കാം. കുഴപ്പമില്ല കുഴപ്പമില്ല. ചില കുറച്ച് മാറ്റി വെച്ചേരെ. നിനക്ക് തിന്നാനാ? ഇല്ലല്ല അത്രയും മതിയല്ലോ. ഫുള്ള് വേണം. 400 ml തേങ്ങാപ്പാൽ വേണം. അതിനാണെങ്കിൽ 2 തേങ്ങ വേണം. 2 തേങ്ങ ഉണ്ട്. 400 ml വേണം. 2 തേങ്ങ. അടുത്ത പ്ലേറ്റ് എടുത്തത് ഫില്ലാവും. 400 ml ഒക്കെ വേണമെങ്കിൽ പൊട്ടിക്കണം. പൊട്ടിക്കണം. പൊട്ടിച്ചോ. നീ തിരുവണോ? ആ തേങ്ങ എന്തില്ലേ? 400 ml ഇല്ലടാ. 400 ml വേണോടാ. അത് വേണമെങ്കിൽ മാറ്റി പുതിയ പ്ലേറ്റ് എടാ, ഇന്നലെ ഇത് കൊടുത്തോ. നീ കൊണ്ടുവന്നാ ഇത് മറ്റേ വയ്ക്കാം. പിന്നെ ഇതാ. സ്പൂണ് മതിയില്ലേ? കൂടിപ്പോയി ആ ഇത് മതിയല്ലോ, മതി. ഓ പറഞ്ഞില്ലല്ലോ ഇത് കോൺഫ്ലവർ. നമ്മൾ ഒരു സാധനം വാങ്ങാൻ മറന്നുപോയി. അപ്പം നമ്മൾ കൊണ്ടുവന്നു. ഇത് 1 സ്പൂണായിട്ടുള്ളത് ഇവനും ചോദിച്ചു പൂത്തതാണോ? അല്ലടാ, ഈ 1 സ്പൂണൊക്കെ വെച്ചേക്കണെങ്കിൽ ആരും വെക്കാറില്ലല്ലോ. അങ്ങനെയല്ലടാ, ആവശ്യത്തിനെടുത്ത് എന്റെ ബാക്കി അവിടെ എത്ര വർഷം മുന്നേ? അതിന്റെ കവറ് മാറ്റി. നമ്മള് ബ്രാൻഡിങ് കാണിക്കാൻ പോകും. ഇവിടെ ആര് ഇത് മുക്കണം? വേണമെങ്കിൽ അവന് കൊണ്ടുവരാം. എന്നിട്ടാ എടാ എവന്റെ അപ്പൻഡിസിപ്പ് ഒന്നും കഴിഞ്ഞില്ലടാ എനിക്ക്. അവൻ ഷെഫാ. പ്രോ ഷെഫ്. അവന്റെ ഒരു മേൽനോട്ടം വായിക്കണ എങ്ങനെ സാധിച്ചു? സൂഷീസൻ. എടാ ഫാൻസ് കൂടുതൽ സീക്കിക്ക. അപ്പോഴിത് വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആരാധകരിളവും. ആരാധകരിളവല്ലേ? ഓ അതെ അതെ, അതാണ് ഞാൻ ഗൈഡാണ്. ഒരു ഫാൻസിന് അതൊരു കുളിർമ. അതെ അതെ കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടാം. ഫാൻസ് അളവ് കേട്ടോ, ഫാൻസ് അളവ് ഇത്. എടാ വേറൊരാളാകണോ? നമുക്ക് ഓൾഡ് സ്കൂളിൽ കയറ്റാവാത്തതാ. എടാ വേറൊരാളുടെ ഫാൻസ് ഇവിടെ ഇളവിയല്ല. ട്രാവൽ വ്ലോഗ് കണ്ടിട്ട് SKG തീ. അതെ അതെ. SKG എന്ത് ചെയ്യാൻ? ഇപ്പൊ എല്ലാരും SKG മാത്രം ഒറ്റയ്ക്ക് ഞാനും ആലോചിച്ചു. OSB എന്ന് പറഞ്ഞ നാളെ മുതൽ 2 ചാനലാണ്. 2 അല്ല 3. SKG വ്ലോഗ്. ഓൾറെഡി 2 ചാനൽ ഇല്ലേ? മതി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നണം? മാമ്പഴ പായസം. അത് തന്നെ വാ. നമ്മൾ ഈ അരി വേവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് തിള വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെയാണ് അതിൽ കണ്ടത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് തിളയാണോ? ഇങ്ങനെ തിളക്കണ്ടാവും. ഇതൊക്കെ ഒരു തിളയാണോ? ഇത്രയും തിളയല്ല, വളരെ മൈന്യൂട്ട് തിള തന്നെ, തിള തന്നെ. ഡീറ്റെയിൽഡാ. അടച്ചു വെക്കട്ടോ. അടച്ചു വെച്ചാൽ തേങ്ങാപ്പാല് അരി, അപ്പൊ പായസം തന്നെ. തേങ്ങാപ്പാല് വേണമെങ്കിൽ ഇപ്പൊ എടുത്തോ. അപ്പൊ 2 തായ് ഷെഫുമാർ പാലെടുക്കാൻ പോയിട്ടുണ്ട്, തേങ്ങാപ്പാലെടുക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ സാധനം വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? കുറച്ച് സമയം തോന്നുന്നു അല്ലേ? വേണ്ട, ഒന്ന് കറക്കി കാണിച്ചു കൊടുത്തേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് കറക്കട്ടെ. ഇത്ര മതിയോടാ? തോന്നണം. നോക്കട്ടെ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കട്ടെ. നമ്മള് സാധാ അരിയെ കാട്ടി. നിനക്കത് കണ്ടോ? മനസ്സിലായോ? ഇല്ല ഇല്ല. ഇതൊരു രഞ്ജി പണിക്ക് തുടങ്ങിയപ്പോലെ ഇതൊക്കെ ഒരു ഇതല്ലേ, തുറന്നൊക്കെ വയ്ക്കുക. കണ്ട, നമ്മളുടെ സൂപ്പർമാനായ നമ്മളുടെ നന്ദു മോഹൻ ഫാൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് സൂപ്പർ ഹീറോ പവേഴ്സ് ഉപയോഗിച്ച് കണ്ട ഇതിലിപ്പോ കാറ്റ് പിടിച്ചിട്ട് ഇത് കത്തുന്നില്ലായിരുന്നു ഫ്ലെയിം. അതെ അതെ. അപ്പൊ തന്നെ അവൻ ഫ്രണ്ടിൽ കയറി നിന്ന് മറ്റേ സിനിമയിൽ ദുൽഖറാണോ ജലപീരങ്കി നിന്ന് രക്ഷിക്കൂലേ? കൈസ് തേങ്ങാപ്പാൽ എടുക്കാൻ പോയ ഷെഫുമാരെ കാണാനില്ല. നമ്മൾ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അതെ വരണം, പോയിട്ട് വരാം. മിക്സിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എടാ ഞാൻ മര്യാദക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞ് പതിച്ച് ഇടാം. ഒറ്റ അടിക്കാം. സ്പൂൺ കൂടെ അതിനകത്തിട്ട് കലക്കുന്നത്. സ്പൂൺ അതിനകത്ത് പോവല്ലേ? എടാ
കുലിക്ക് മനസ്സിലായില്ലേ വലിയ ധാരണയൊന്നും ഇല്ല ഇതിനെ പാതിയാക്കാം. പകുതിയാക്കാം തുറക്കാനൊന്നും അറിഞ്ഞൂടെ? ഇതിനകത്ത് മലയാളത്തില്. ഇത് ഒരു വെള്ളം ഒഴിച്ച് കഴിവണായിരുന്നു. അത് വെള്ളം കഴിഞ്ഞ് വെച്ചിട്ട് സാധനാ. അവിടെ ഇട്ട് എടാ ഇത് ഞാൻ മാത്രം വന്നാൽ മതിയായിരുന്നു. എനിക്ക് എപ്പോഴേ പാലും കൊണ്ട് പോയായിരുന്നു. എടാ ഇത് ചമ്മന്തിയാ. അതിന് വെള്ളം ഒഴിക്കുന്ന ആര്? നമുക്ക് കുറച്ച് പുതിനയും കൂടെ ഇട്ടാ സെറ്റാണ്. കറക്റ്റ് വരും. ഇനി ഇതിന് എടാ, കൈയിട്ടുണ്ടാക്കാൻ ചേട്ടാ, ദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിഴിയണം. എന്നാലേ വരത്തുള്ളൂ. കണ്ടാ? കണ്ട് ഇത് ഇന്നത്തേക്കൊന്നും ആവൂല. ഇത് ഇങ്ങോട്ട് ഫുൾ തട്ടിനകത്തോട്ട്. വരകൾക്ക് ഇടയിൽ കൂടി അത്ര സാറ്റിസ്ഫൈങ് അല്ല. മതിയല്ലേ തെറിച്ചാലും മതി. അപ്പൊ നമ്മള് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാല്. ഇത് ഇനി അത് നല്ല അടിപൊളി പാലാണ്, കുടിക്കരുത് കേട്ടോ. സൂപ്പർ പാല. നമുക്കിതിൽ 250 ml ഇതിലൊഴിക്കാനും പിന്നെ ഒരു 150 ml ഇട്ട് സോസിനും. സോസിനോ ഇതൊരു 150 ml കാണൂലേ? ഇല്ലേ, ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇതൊരു 150 ml ആണെന്ന് നമ്മൾ അനുമാനിക്കാം. എന്നിട്ട് നമ്മൾ അതെടുത്ത് പട്ടികൾ ഇത് ഭയങ്കര ശല്യമാണ്. മാറ്റി വെക്കും. 40 കാണത്തുള്ളൂ. ഇത്രയും നമ്മൾ മറ്റേ ഇതിലൊഴിക്കാൻ വേണ്ടി കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് സോസിന്, സോസിന് വേണ്ടി മാറ്റി അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് അളന്ന് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക്. എടാ പട്ടി ഒന്ന് പിരിച്ചു വിടറാ. ഇത് എങ്ങനെ പിരിച്ചുവിടാം? കണ്ട കഴിഞ്ഞു കഴിഞ്ഞു കണ്ട ഇത്രേ ഉള്ളൂ. സീൻ ചെയ്താ പട്ടിമേ. നീ നോക്ക്, സൈലന്റ് ആയിട്ടോ. പണ്ട് ഒരാളുണ്ടായിരുന്നു, ഒരു ക്രോമാൻ അങ്ങേര് വിളിക്കുന്ന കാക്കകളെല്ലാം കൂടെ ഇതേപോലെ CK. എനിക്ക് തോന്നുന്നു കോർപ്പറേഷനൊക്കെ ഉപയോഗിക്കല്ലേ? നോക്കടാ മറ്റേ പിൻ ഡ്രോപ്പ് സൈലൻസ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക കോർപ്പറേഷനുകളിൽ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. നീ ഇന്ന് നമ്മൾ ചാർജ് ചെയ്യും. നിങ്ങൾക്ക് വല്ല ഇതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് പഞ്ചസാര അലിയണ വരെ ജസ്റ്റ് ഒന്ന് മധുരം മധുരം ഒഴിക്കട്ടെ. ഒഴിച്ചോ. നീ പേടിക്കണം എന്തിനാ? ഞാൻ ഇരിക്കേ. ഇത് ഫുൾ ഒഴിക്കാണ്. ഫുള്ള് ഒഴിച്ചിട്ട് ഇനി പഞ്ചസാര ഇടണം. ഇത് കാന്ത സാർ, ഇതിനകത്ത് ഇതിനകത്ത് അതൊന്ന് ഇളകി കൊടുത്താണ്. അടിയിൽ സിമ്മിട്ടോ ഇത് വെച്ചിട്ട് ഇളകി കൊടുത്തോ ചെറുതായിട്ട്. അടി പിടിച്ചടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അടി പിടിച്ച് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അത് ഏറ്റവും കുറച്ച് വെച്ച് കൊടുത്താൽ മതിടാ. എന്നാലും സിമ്മാക്ക്. സിമ്മാണ്. ഓ നീ ഇളക്കണ്ട. ഓഫായ ഒരിടത്ത് എടാ അത് കാറ്റടിച്ചിട്ടാ പോണം. ഓക്കെ, അപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് വച്ച് അതിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര. ഇത് മധുരം പഞ്ചസാരയുടെ അളവ് എത്രയാ? ഞാൻ ഒരു 140 അങ്ങനെയാണ് അവര് പറയുന്നത്. അപ്പൊ 100 ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് മോച്ചി ഉണ്ടാക്കണം. മോച്ചി ഒരുപാട് ഇളക്കി പടച്ചോടാക്കണം. മോച്ചി എന്ന് പറഞ്ഞ സാധനം അറിയാം. കുഴഞ്ഞു പോയിടാ. നീ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞേ. കുഴയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, ഇളക്കാനാണ് പറഞ്ഞത്. അടി പിടിക്കാതിരിക്കും ഇളക്കാനാണ് പറഞ്ഞത്. സ്വാഭാവികം. അങ്ങനെയല്ല, അതൊരു മയത്തി. പിന്നെ ഈ സാധനത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിളപ്പിക്കണ്ട ഈ പാല്. കേട്ടാ, പാല് തിളപ്പിക്കണ്ട. ഈ ജസ്റ്റ് ഈ സാധനം അരിയണ വരെ മതി. പാലെന്ന് പഞ്ചസാര അലിയും വരെ. മധുരം ഇട്ടൂടെ നിനക്ക്? വേണോ? ആവശ്യത്തിന് മധുരമായിട്ട് മതി. നമുക്ക് ഇതിൽ ഒഴിക്കാം. അതാണ് മെയിൻ സ്റ്റെപ്പ് സ്റ്റിക്കി റൈസിലെ. പക്ഷെ ഇതൊന്നും ഇതിലെ ഇളവണല്ലോ. സ്റ്റിക്കി റൈസ് അല്ലേ, എങ്ങനെ ഇളവും? ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് തന്നെയല്ലേ? കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്റെ ഒരു ഇതിൽ ഇത് ഇത് വെള്ളം ഇങ്ങനെ തന്നെയാടാ, എക്സ്ട്രാ ഇങ്ങനെ കിടക്കണോ? ഇത് നന്നായിട്ട് ഈ ചൂടോടെ തന്നെ സാധനം മൊത്തത്തിൽ ആക്കണോടാ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കണം. 10 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിം ആക്ക്. എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യണം. കാര്യം ഈ തേങ്ങാപ്പാൽ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ
നമ്മളൊരു മാജിക് സോസ് ആണ്. മധുരമുള്ള സോസ് അധികം ഉണ്ടാകാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ കാണാം. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് ഷെഫ് കാന്തൻസ് എന്തോന്ന് സോസ് മേക്കിംഗ്. മിക്കവാറും ഫാൻസ് കുറയുന്നു. പക്ഷെ അവൻ പട്ടികളുടെ ഓരിയിടൊക്കെ നിർത്തി. അവര് വീഡിയോ കിട്ടിയാടാ? വീഡിയോ കിട്ടി. എനിക്ക് തോന്നുന്നു അവര് അതില് കയറും കേട്ടോ. അതിലും കയറും. എടാ അത് ഒന്നുകൂടെ ട്രൈ എനിക്ക് കാണിച്ചാടാ. അവനൊന്ന് കാണിച്ചു. അല്ല ചിലപ്പോ ഓണായാലോ, തിരിച്ച് ഓണായാലോ. നീ ഒന്ന് എനിക്കത് ചരിത്രമായിരിക്കും. പിള്ളേരെ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു. പിന്നെ വേറെ ടോണി വരൂ തിരിച്ച് ഓരിയിടൂ എന്നുള്ള പറഞ്ഞു. എനിക്ക് പേടിച്ചു തോന്നണ്ട അവര് ആ ഡോമിനൻസിലെ. ഇനി നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് കോൺഫ്ലവർ, ഒരു സ്പൂണ് ചൂടുവെള്ളത്തിൽ കോൺഫ്ലവർ കലക്കി. ഇനി ഇതിൽ മറ്റേ പാലും കൂടെ ഒഴിക്കാം. നേരത്തെ 150 ml പാല് അല്ലേ? അപ്പൊ 150. അതും കൂടി വയ്ക്കാം. ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും കോൺഫ്ലവറും അതിൽ കുറച്ച് പഞ്ചസാര ഇതൊക്കെ നമ്മുടെ ഒരു അളവിനനുസരിച്ച് അങ്ങിട്ടു. കുറച്ച് പഞ്ചസാരയും മാങ്ങ ഇതിൽ ഇടൂലേ? ഇല്ല ഇല്ല ഇല്ല, കുറച്ച് ഉപ്പും. ചിത്രത്തിലേ കയ്യിൽ വെച്ചിട്ടോടാ, ചിലപ്പോ പോണെങ്കിലോ കുറെ. പടപ്പെല്ലാം തുറന്നു പോയാലോ. അതെ. ഇത് കട്ടിയാവും പെട്ടെന്ന്, കാര്യം മറ്റേ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് കട്ടിയാവും. അപ്പൊ കലക്കിക്കൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇതിന്റെ അടിയിൽ ലൈറ്റ് ഇല്ല. എല്ലായിടത്തും കത്തനില്ല. ഞാൻ ഇതിന്റെ മണമൊന്ന് ആസ്വദിക്കാൻ വേണ്ടി വലിച്ചു കയറ്റിയപ്പോ ഫുൾ ഗ്യാസ്. നീ അവിടെ എത്തി മാറിയിരുന്ന എല്ലാം വലിച്ച് എല്ലാം വലിച്ചു കയറ്റണേ. പുറത്തുവിടായിരുന്നാ എനിക്കൊന്ന് സോസ് ഏകദേശം ആയല്ലേ? സോസ് ഏകദേശം കേട്ടോ ഒരു കട്ടിയായി. സോസ് യെസ്, ഇത്രേ ഉള്ളൂ. ഏകദേശം ഒരു കട്ടിയായി. നമുക്കിത് ഓഫ് ചെയ്ത് ടൊമാറ്റോ സോസ് മെയിൻ ഐറ്റം വരാൻ വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് വയ്ക്കണം. കൊള്ളാം അല്ലേ? തേങ്ങാപ്പാലും ഇന്ന് മറ്റേ പുള്ളിക്കാരന് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഡിഷ്. ഈ നളൻ ഉണ്ടാക്കണം എല്ലായിടത്തും തേങ്ങാപ്പാലിന്റെ ആയി. അത് നീ പറഞ്ഞ ഇത്ര ഇതിൽ കൂടുതൽ വേണ്ടു. ഡയറക്റ്റ് കഴിച്ചാൽ പോരെ. ഈ ഫിസിക്സ് ആരത് വിജയിക്കും? ഇതിനകത്ത് കൊള്ളൂടാ ഇത് ദാസ? കൊള്ളും. എനിക്ക് കൊള്ളാം. കൊള്ളും. നമുക്ക് നോക്കാം. ഇത് കൊള്ളാന്ന് വെച്ചാ അരാ വരെ നിൽക്കും. കൊള്ളൂല. കൊള്ളൂലടാ. കുറച്ചും കൂടെ എന്തോന്ന് ഫിസിക്സ് കുറച്ച് കുടിച്ചിട്ട് ഇത് വീണ്ടും വെന്ത് ഉളഞ്ഞോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഈ സിമ്മിലിടാൻ പറഞ്ഞിട്ട് തിളച്ച് മറിയാണ്. ഇല്ല, ഒരു 5 മിനിറ്റും കൂടി എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെയാണോ വീഡിയോയിൽ കണ്ടത്? യെസ്. അപ്പോൾ അത് കട്ടിയാവുമായിരിക്കും അല്ലേ? ഇരിക്കുമ്പോ 40 കട്ടിയാവും. മിനിറ്റ് ചുമ്മാ ഇരിക്കുക. അപ്പൊ കട്ടിയാവും, ഉറപ്പായിട്ട് കട്ടിയാവും. കേക്ക് കണക്കാവും. കേക്ക് കണക്കാണ് വരാനുള്ളത്. മറ്റേ ഒരു അമ്പലത്തിലൊക്കെ ഒരു പടച്ചോറ് കിട്ടൂലേ, ആ ഒരു സ്റ്റൈൽ. അതിനെക്കാട്ടി കട്ടിയാവാൻ തോന്നുന്നു. ആവട്ടെ. അപ്പൊ നമ്മൾ പറയും അതാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോ ഇത് കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ടേ ചിലപ്പോ ഇങ്ങനെ ആവണേ ആയിരിക്കും. അല്ലേ? ഇത് ഞാൻ കണ്ട സാധനമല്ല. എന്റെ ചിത്രത്തിൽ ഞാൻ കണ്ടതിലും ഇങ്ങനെ അല്ല. ഇത് കുറച്ചും കൂടി കട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തൈര് സാധനം തന്നെയാണ് തോന്നുന്നത്. മാറോടാ. കുറച്ച് പോമഗ്രാനൈറ്റ്. പക്ഷെ ഇത് തേങ്ങാപ്പാൽ കൂടുതലല്ലേ? കൊഴുക്കട്ടയുടെ സോസ്, കൊഴുക്കട്ട നമ്മളെ കൊഴുക്കട്ട ഉണ്ടാക്കൂലേ? എടാ ഇത് വെച്ച് സൂഷി ഉണ്ടാക്കാൻ പറ്റൂടാ. സൂഷി, ഫ്രൈഡ് റൈസ്, പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, ഡെസേർട്ട്. അഖിലേഷിന് സൂഷി വേണോന്ന്. അഖിലേഷിന് സൂഷി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഒരു ദിവസം നമ്മൾ വിഴിഞ്ഞത്ത് പോയി മീനെടുത്ത് ഫ്രഷ് മീൻ എടുത്തുകൊണ്ട് വന്ന് സൂഷി ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. അപ്പൊ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു 40 മിനിറ്റ്സ് to 50 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്റർടൈൻമെന്റിനായിട്ട് നമുക്ക് ചൈനീസ് സാധനങ്ങൾ കുറച്ചുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്യാം. ഗിഫ്റ്റ് അൺബോക്സിംഗ്. അപ്പൊ ഗൈസ് നമുക്ക് കിട്ടിയ ഈ ചൈനീസ് സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ലേസ് ആണ്. ചൈനീസിലെ ലേസ് ഇങ്ങനെ ഇരിക്കും. അസാദോ ഫ്ലേവർ. എന്താണെന്ന് നോക്കാം. അലർജി ഉണ്ടെങ്കിലും ഒന്ന് അടിച്ചു അസാദോ ബീഫ് ആണ്. ഹെവി കണ്ടന്റ്. അത് മീനാണോ? ഇത് മീനാവാൻ വഴിയില്ല. മീനല്ല, അസാദോ ബീഫ്. ഗ്രീൻ സോസ് ഗ്രിൽഡ് മീറ്റ് ഫ്ലേവർ. മീറ്റാണ്. ബാർബിക്യൂഡ് മീറ്റ്. ഗ്രിൽഡ് മീറ്റ്. ഇതിന് മറ്റേ പച്ചയും ചോപ്പ് അങ്ങനെ അല്ല. ഇതിനകത്ത് വെജ് ആണോ നോൺ വെജ് ആണോ? എനിക്കിത് കഴിക്കാൻ പറ്റില്ല. ഇതാണ്ട് വെജ്. മീറ്റ് ബീഫ് അല്ലേ? വലിയ പടം നോൺ വെജ് ആണോ? അല്ല, സാധാരണ ഇങ്ങനെ കാണുമല്ലോ ഒരു. അത് ഇന്ത്യയിലെ ഉള്ളതാ. ഇത് ചൈന.
ഫ്രീ ഒക്കെ കിട്ടും. ഫ്രീ ഉണ്ടോ നോക്കട്ടെ. ഇല്ല ഇല്ല എന്തായാലും FIFA കഴിഞ്ഞില്ലേ ഇനി അർജന്റീനയുടെ ജേഴ്സിനകത്ത് വെച്ചേക്കണം. എനിക്ക് വേണ്ട. കഴിച്ചോടാ. ഇത് എനിക്ക് അലർജി ചെയ്യുന്നതാണ് ഞാൻ കഴിക്കാത്ത. എനിക്ക് കണ്ടപ്പോഴേ അലർജി. കൊള്ളാം കേട്ടോ. നമ്മള് ചൈനീസ് എനിക്ക് നെയ്യിലായിരിക്കും പിടിച്ചത്. നെയ്യില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, നല്ല രസമുണ്ട്. ബീഫിന്റെ സത്യമാണോ? ബീഫിന്റെ നെയ്യില് പൊരിച്ചത് അതായിരിക്കും. ആദ്യം സത്യമായിരിക്കോടാ. ചൈനയിൽ ആരും വന്ന് തെളിയിക്കൊന്നുമില്ല. പറയണോ? ബീഫിന്റെ നെയ്യിൽ പൊരിച്ച ലേസ്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ, അസാധ ഫ്ലേവർ. നല്ല മണം. എടാ വല്ല അലർജിയും വരും ഈ മണം. മണപ്പിച്ചെന്നും പറഞ്ഞ അലർജി പറയാൻ പറ്റൂല. എടാ എന്തോ എഴുതി 100% ക്യാഷ് ബാക്കാ. അത് നീ എന്നെ വായിച്ച. നമ്മൾ ഇത് തിന്നോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ബിസിനസ് ടൈക്കോൺ അതെ. ഇത് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് സർപ്രൈസാ. അതെ, അവൻ ചിലപ്പോ ചൈനയിൽ നിന്നൊക്കെ ഇനി ഇമ്പോർട്ട് ചെയ്യും. ആ ഇൻട്രൊഡക്ഷൻ തന്നെ എനിക്ക് കേൾക്കാൻ പറ്റും. അതെ, വൺ ആൻഡ് ഓൺലി നന്ദു കൃഷ്ണൻ. എടാ ചൈനയിൽ നിന്നൊന്നും ലേസാ. വിശ്വസിച്ചില്ല കേട്ടോ ആദ്യം. നമ്മള് മസാല ഇട്ട് ഇതില് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ലേസിനെക്കാളും കൊള്ളാം. നീ വരെ കഴിച്ചു നോക്ക്. അടിപൊളി. അപ്പൊ ഈ ലേസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നമ്മളുടെ കൊള്ളാം. ഇന്ത്യൻ ലേസിനെക്കാളും അസാധു. അസാധ്യം. അസാധ്യമല്ലടാ, അസാധു ഫ്ലേവർ. അസാധു ഫ്ലേവർ എന്ന് മനസ്സിലായി. പക്ഷെ നിന്റെ വായിന്ന് പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ചു ചിലവിന്റെ അസാധ്യം. അസാധ്യ ടേസ്റ്റ് കിട്ടില്ല. ഇന്ത്യനെക്കാട്ടിയും കൊള്ളാം. സെക്കൻഡ് വൺ കഴിക്കാം. സെക്കൻഡ് വൺ സീവീഡ് ഫ്ലേവർ ആണ്. ഉല്ലാസിന് വേണ്ടിയിട്ട് ഉല്ലാസം ചീവിട് ഫ്ലേവർ. അല്ല, ഈ അവിടുത്തെ തായ്ലൻഡ് അല്ലെങ്കിൽ ഏഷ്യൻ കുസീൻസിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ Seaweed, okay. അവര് മറ്റേ ഇത് പൊതിയാനൊക്കെ ഉപയോഗിക്കും. സൂഷി പൊതിയാനൊക്കെ കണ്ടിട്ടില്ലേ? ഓ ഇത് ഗ്രീത് ഉല്ലാസ് വാ, വെജ് ആണ്. വെജ് വാ, ഉല്ലാസ് ക്യാമറയുടെ ഫ്രണ്ട് വന്ന് കഴിച്ചു നോക്കും. ഞാൻ കഴിച്ചു നോക്കാം. ഇത് പോരാ ഗൈസ്. ഇതൊരു എല്ലായിടത്തെയും പോലെ വെജ് തന്നെയാണ്. നമ്മള് ചിപ്സ് മറ്റേ എനിക്ക് അമേരിക്ക ഏത്തക്കാപ്പല്ല, കൂരവിന്റെ ഇതിനെക്കാളും നല്ലത് ഇവിടുത്തെ പച്ച ലേസ് കൊള്ളാം. അതെ അതെ. അതാണ് ഇത്. ഇനി നമുക്ക് തേർഡ് ഐറ്റം ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഡെസേർട്ട് ആണ് തോന്നുന്നു. തേർഡ് ഐറ്റം എഴുതിയിരിക്കണണ്ട. കുക്കീസ്. ഇത് പുല്ല് എല്ലാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് ചൈനീസ് ഇവരൊന്നും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല ഗൈസ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കും. അവര് ഇന്റർനാഷണൽ അല്ല ഇത് ഉദ്ദേശിച്ചത് തോന്നണം. എടാ ഇതിപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ പോലും നമ്മൾ ഇത് എങ്ങനെ വിൽക്കും? എന്തോന്ന് പറഞ്ഞ് വിൽക്കും? വാങ്ങിച്ച് പിടിക്കാതെ 3-0 എടാ, ഇത് ഇന്നത്തെ ഈ പ്രോഡക്റ്റിന്റെ പേര് ക്രാൻബെറി സ്നോഫ്ലേക്ക് മിൽക്ക് ക്രിസ്പ്. നല്ല മണം. എടാ മണപ്പിക്കാതെ സാധനം ഇടണം. നല്ലൊരു ഇത് പാക്കറ്റിലാണ്. ഓ ഇങ്ങനെയാണോ? കൃഷ്ണനോട് ഗൈസ് സാധനം നല്ല പാക്കിങ്ങിൽ വന്നിട്ടുണ്ട്. സോന പാപ്പടി പോലെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോന്ന് ചെറുക്കം ഉണ്ടോ? ഉണ്ട്. ആ അപ്പൊ എടുക്കും. എടാ, അവനും കൂടെ ഉല്ലാസിന് ഒരെണ്ണം വെച്ചേക്കണം. ഉണ്ടാടാ. ആ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് തരും. നിനക്കും കൂടെ ഉള്ളൂ. നമുക്കിത് കഴിച്ചു. ഇത് സോൻ പാപ്പടി പോലെ തന്നെ. എല്ലാരും കഴിച്ചു. ഇതൊരു സ്പോഞ്ച് പോലെയൊക്കെ മുകളിലുണ്ട്, പക്ഷെ അകത്ത് ക്രിസ്പി ആണെന്ന് തോന്നുന്നു. റബ്ബർ പോലെ ഇരിക്കണം. അത്ര എഫക്റ്റ് തോന്നിയില്ല. ഒരു എക്സ്ട്രോർഡിനറി സാധനമൊന്നും അല്ല. മധുരം കുറവല്ലേ? അതില്ല. കിട്ടി. ഇത് ഭയങ്കര ചൂവിയാണോ? ഇത് ചൂവിയാ. വേറെ ഇൻഗ്രീഡിയൻസും ഈ ഐറ്റം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ മറ്റേ പ്രിസർവേറ്റീവ്സും ആഡഡ് ഷുഗറും ഫ്ലേവേഴ്സും. അല്ലടാ ഇതേ കൊള്ളാതെ നല്ല ഫ്ലേവർ ഉണ്ട്. നല്ല ചൂവിയാ. മധുരമില്ല. ഒരു ബബിൾ ഗം നമുക്ക് ചേർക്കണം. കുറച്ച് റബ്ബറിയാണ്, പക്ഷെ അലിഞ്ഞു വന്നുണ്ട്. പക്ഷെ അത്ര കിട്ടില്ല. പ്രോട്ടീൻ ബാർ പോലെയൊക്കെ വരും. ഇത് നമ്മൾ മൂന്നാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവരുടെ സ്വന്തം ചീസ് കോൺ ക്രിപ്സ്. ഓസ്മാൻഡസ് ചീസ് കോൺ ക്രിസ്പ്. ഓസ്മാൻഡസ് എന്തോ ചെടിയാണ്. നമുക്കത് നോക്കാം എന്താണെന്ന്. കേരളമായിട്ടൊരു ബന്ധമുണ്ട്. കാര്യം ഇതിൽ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സിനമൺ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമില്ലേ അവര് എണ്ണയ്ക്ക് വേറെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ. കപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാണോ? വെച്ച് ഇത് വെജാണ്. പച്ച ഇല്ലല്ലോ.
ഇതിന്റെ മണം അങ്ങോട്ട് സെറ്റ് കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ കറക്റ്റ് ചവയ്ക്കുമ്പോഴേ നല്ല ഫ്ലേവർ ആകത്ത് കയറും. ഇത് കോൺഫ്ലേക്സ് അതെ, പക്ഷെ നമ്മൾ അതിന് പാലിന്റെ ടേസ്റ്റും കൂടി. ചവയ്ക്കുമ്പോ കുറച്ച് ഫ്ലേവർ ഉണ്ട്. പക്ഷെ ഒരു മൂക്കിലിങ്ങനെ കോട്ടിംഗ് ഉണ്ടോ അതിന്റെ അകത്ത്? അതെയോ? അതേ സ്മെല്ല് എനിക്ക് പിടിക്കില്ല. ഇതിൽ ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി എഗ് ആൻഡ് എഗ് പ്രോഡക്ട്സ്. അപ്പം ഇതും ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു സാധനം എടുക്കാം. അതൊരു ചെറിയ പാക്കറ്റാണ്, ഒരു പിക്കിൾ പോലത്തെ ഒരു ചെറിയ പാക്കറ്റ്. പക്ഷെ അത് നമുക്ക് ഇതിന്റെ ഇതിലുണ്ട്. ഇതില് ച്യാവ് ഹൂ ഡക്ക്, ച്യാവ് ഹൂ അത് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. കണ്ട, ച്യാവ് ആദ്യമായിട്ട് ഇംഗ്ലീഷ്. ഇത് നമ്മൾ ഹാഷിന് കൊടുത്തിടുന്നത്. എനിക്ക് ബോൺലെസ് ചിക്കൻ ഫീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ചിക്കൻ പാദം, കാലിന്റെ പാദം. ഉള്ളതാ. പച്ചക്കില്ലാതെ വേവിച്ച് കാണും, ചൂടാക്കിയെങ്കിലും കാണും. ഇത് കഴിക്കുമോ ഇപ്പം? അല്ല, ഇറ്റ് ഓൾസോ സെഡ് റെഡി ടു ഈറ്റ് കുക്ക്ഡ് മീറ്റ് പ്രോഡക്റ്റ്, സോളിഡ് മീറ്റ് കണ്ടന്റ് ഗ്രേറ്റർ ദാൻ 90%. ഇത് റെഡി ടു ഈറ്റ് ആണ്. ശ്രീകാന്ത് നിന്ന് കാണിക്കുന്നതായിരിക്കും. ഇതിന് ധൈര്യമുള്ള ഒരാൾ മാത്രമേ എനിക്കറിയാം. അഖിലേഷ്. ഇതിലുള്ളത് ബോൺലെസ് ചിക്കൻ ഫീറ്റ്, വാട്ടർ, ഷുഗർ, ഗാർലിക്, ഫ്രഷ് ചില്ലീസ്, സീസണിങ്, ലെമൺ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ MSC, നമ്മുടെ മോണോസോഡിയം അജിനോമോട്ടോ. ചെയ്ത് റെഡി ടു ഈറ്റ് എടാ. റെഡി ടു ഈറ്റ്. കണ്ടോ, ഇത് ഡക്കാണോ? ഇത് ഡക്കൊന്നുമല്ല, ഇത് ഇത് ഡക്കല്ല, ചിക്കൻ. ഇത് ചിക്കൻ അല്ലട ഡക്കടാ. ടൂ ടച്ച് ഇട്ടിരിക്കണം. ഡക്കാണെന്ന് അറിയാൻ ഒരു വഴിയുണ്ട്. ഡക്കാണെങ്കിൽ ഇതിന്റെ ഇടയിൽ വെബ് കാണും, പക്ഷെ വെബില്ല. വെബില്ല. ഡക്ക് തന്നെ. ഡക്കല്ല, ഇത് ഡക്കടാ. ചിക്കൻ. പിന്നെ ഡക്ക് എന്ന് എഴുതിയിട്ട് ചിക്കന്റെ കാല് കൊടുക്കാൻ കഴിച്ചു നോക്കിയുണ്ടോ? കഴിച്ച് നോക്കിയാ ഓൾറെഡി. പൊളിയെന്നല്ലേ, പൊളിയെന്ന്. വെന്ത സൂം ചെയ്തെടുത്തു. നന്ദൂഷനോട് ചിക്കന്റെ കൊള്ളാടാ. മറ്റേ നാരങ്ങ വെള്ള അച്ചാറിടൂലേ, അതിന്റെ ടേസ്റ്റ്. കൊള്ളാടാ. നീ കഴിച്ചാ? കഴിച്ചില്ല. കഴിച്ചടാ. അത് കൊള്ളാടാ. എങ്ങനെയുണ്ട്? പക്ഷെ ഇങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇത്. ഇത് വെന്തോ? അല്ല, ഇത് വേവിച്ചതാണ്. വേവിച്ചെന്നാ എടാ ഇത് മറ്റേ ഇപ്പോഴാണ് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന സാധനമാണോ? വേവിച്ചെന്നല്ല. ചവച്ചപ്പോ എന്തോ റബ്ബർ പോലെ. എടാ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് കറക്റ്റ് സാധനം. വേവിച്ച് തിന്നാനുള്ള കാൽപാദം. അല്ല, എനിക്ക് പാക്കിംഗ് അങ്ങനെ. എടാ, നീ ടെസ്റ്റ് ചെയ്ത് നോക്ക്, കുക്ക്ഡ് ആണോ എന്ന് നോക്കാം. കുക്ക്ഡ് ആണോ നോക്കിയാൽ എടാ കൃഷ്ണ, നീ ഒരു കോഴിക്കട മുതലാളിയായി നീ ഇത് യവ അതിൽ നിന്ന് ഇങ്ങനെ പൊക്കി എടുത്തപ്പോഴേ അവൻ തോന്നുന്നു ഓടി. എനിക്കത് കണ്ടപ്പോഴേ ഇല്ല, വെച്ചേക്കാം. എടാ വേവിച്ചിട്ടില്ല, ടേസ്റ്റ് എങ്ങനെയുണ്ട്? എടാ അത് ഒരു ഉപ്പിലിട്ട സാധനം. അല്ല, എനിക്ക് മറ്റേ നാരങ്ങ വെള്ള ഉപ്പിലിടൂലേ, അതിന്റെ ഒരു ഇല്ല, എനിക്കത് മറ്റേ അന്ന് നമ്മൾ കഴിച്ചില്ലേ, അതിനെക്കാട്ടി കുറച്ചുകൂടെ അത് എനിക്ക് തോന്നുന്നു അന്നത്തേത് കുറച്ചുകൂടെ ഒരു ഇത് കുറച്ചുകൂടെ കുഴപ്പമില്ല. എനിക്ക് പച്ച ചവ അടിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോ. അടുത്ത സാധനം നമുക്ക് ബീഫ് ജെർക്കിയാണ്. ഇതാണ് സാധനം. ബീഫ് ജെർക്കിയാണെന്ന് അവൻ പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് ഹാൻഡ് ടോൺ പോർക്ക് ജെർക്കി. ഇത് പോർക്കാണ്. ഇത് കഴിക്കാൻ പറ്റും. ഇതായിട്ട് തന്നെ കഴിക്കാം, കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കാം. ഇതാണ് ജെർക്കി. നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട് കാണാൻ. ജെർക്കി എനിക്ക് തോന്നുന്നു സ്പൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതില് പെപ്പറുണ്ട്. മണപ്പിക്കണം എന്തിനു? ഇല്ല, ഞാൻ അതിൽ നിന്ന് അവൻ കഴിച്ചില്ലടാ. കഴിക്കപ്പോൾ സാധനം. ഇനി നമുക്ക് കൃഷ്ണന് കൊടുക്കാം. കൃഷ്ണൻ ഇത് ഇഷ്ടപ്പെടും. ഇത് പോർക്കാണ്. എനിക്ക് ഇതുവരെ കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടോ. ഇഷ്ടപ്പെട്ടോ? നിനക്ക് ജെർക്കി അല്ലേ? എനിക്ക് അലർജി അല്ലേ? റെഡ് മീറ്റ് അലർജി അല്ലേ? എടാ പോർക്കിന് ഇത്തിരി വെള്ള മീറ്റ് അല്ലേടാ, അധികം റെഡ് അല്ലല്ലോ. ഇവര് ഫാറ്റ് കളഞ്ഞിട്ടാ. എടാ ഈ ബീഫ് പോലത്തെ ബീഫ് പോലത്തെ റെഡ് അല്ല, അലർജിയാണ്. അലർജി. എന്തോ പ്രോട്ടീൻ പ്രശ്നമാണ്. അന്ന് ഇവന് ബർഗർ തിന്നത് ഇതാ ഈ ബേക്കൺ ഉണ്ടായിരുന്നു, അതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സാധനം എടുക്കാം. അടുത്ത സാധനം വൈറ്റ് റാബിറ്റ് ആണ്. വെള്ള മുയലാണ് നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്നത്. എല്ലാ സാധനത്തിനെയും സാധു ജീവി സാധനങ്ങളൊക്കെ അല്ലേ? നീ തിന്നൂലേ അപ്പം? ചിക്കനൊക്കെ വെട്ടി ചിക്കൻ തിന്നോ, എല്ലാരും വന്ന് കൊന്നിട്ടല്ലേ തിന്ന. ഇത് വൈറ്റ് റാബിറ്റ് ബ്രാൻഡിന്റെ പേരാണ്. ഇത് മുട്ടായിയാണ്. പറ്റിച്ച് അയ്യോ ചമ്മി പോയി എല്ലാരും. ഇല്ല, ഇത് ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. ഇതില് റാബിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, പോടാ. ഇത് മുട്ടായി. എവരാണ്ട് പറയാൻ പറ്റില്ല. അല്ലല്ല, ഇതിലുള്ളത് ഒന്ന് മുട്ടായി. ഇതില് കണ്ടിട്ട് റാബിറ്റ് ആവാൻ വഴിയില്ല, അതിന്റെ അപ്പിയും പൊതുങ്ങി വെച്ചു. ഭയങ്കര ചൂട്. എനിക്ക് റാബിറ്റിന്റെ അപ്പി അറിഞ്ഞൂടാ. ഇവരെ മുട്ടായി എല്ലാം റാബിറ്റിന്റെ അപ്പി മറ്റേ പുളുക്ക അറിഞ്ഞൂടാ. അത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ. പുളുക്കല്ലേടാ? എന്തൊക്കെ ആവശ്യമില്ലാതെ ഇതിനകത്തിരുന്ന് വിളിച്ച് പറയല്ലേ.
ഇതൊരു പാല് വെച്ചിട്ടുണ്ടാക്കിയ മുട്ടായി അല്ലേ? ഭയങ്കര ചൂയി. എടാ, ഇതിനകത്ത് പൊതിഞ്ഞേക്കണ കവറല്ലേ ഇത്? അത് രോമം. തിന്നാനുള്ള അത് സാധനം അടിപൊളി അടിപൊളി. നീ ഇത് മൊയലിന്റെ പാല് ഉപയോഗിച്ചുണ്ടാക്കിയതാണോ എന്ന് എനിക്കൊരു സംഭവം. അല്ല മുയലിന് പാലുണ്ട്. മുയലിന് പാലുണ്ട്, ആര് കറക്കും? എന്താ അവർക്ക് കറക്കി കൂടെ? അതവര് കറന്നോ? ഈ കൊച്ചു മുയലിനെ ഈ മുയല് ബാവടാ അതിന്റെ ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കാം എന്തായാലും. ഞാൻ വായിച്ചില്ല അതില്. ഇവര് ആ ക്യൂട്ട്നെസ് ആണ് ഉദ്ദേശിച്ചത്. നീയൊക്കെ എന്ത് തോട്ടമാണ് നിന്റെയൊക്കെ? മുയല് മറ്റേ ചൈനക്കാരായോണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അടുത്ത വരാൻ പോകുന്നത് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള സാധനമാണ്. ആർക്ക് വേണോ കഴിക്കാം. ഡ്രൈഡ് മാംഗോ ആണ് ഡ്രൈഡ് മാംഗോ അല്ലെ പപ്പായ. ഡ്രൈ മാംഗോ. ഇംഗ്ലീഷ് ചെയ്തേക്കണോ? ഇല്ല. പിന്നെന്താ തള്ളിയത്? ചൈനീസ് കാണിച്ചിട്ട് ഡ്രൈ വാങ്ങോ? ആയിരിക്കുമോ? അല്ല കോഴിയുടെ കുടല് വരിക്കും. എടാ പാമ്പിന്റെ അത് മാംഗോ പക്ഷെ മുട്ടായിയുടെ ഒരു ഇതില്ല, ഒരു മധുരം ഇല്ല. പാമ്പിന്റെ ഇറച്ചിയല്ലോ ഉണ്ടോ? ഇതാണ് മാംഗോ. ഇതാണ് മാംഗോടാ. അപ്പൊ ഇതെന്താണ്? പറഞ്ഞ സാധനം വല്ലോ. ഇത് മാങ്ങ പടം വരെയുണ്ട്. അത് നമുക്ക് അടുത്തെടുക്കാം. ഓറഞ്ച് ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ കഴിക്കുന്നത് ചിലപ്പോ പിടിക്കൂല. ഇളവും. ദിസ് ഈസ് ഡ്രൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ. സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ഞാൻ പറഞ്ഞു മാംഗോ ആണെന്ന്. അല്ല മാംഗോ ആണ് ഇതായി. അവന്റെ കോൺഫിഡൻസ് എന്നിട്ട് നീ അല്ലടാ നീ ചൈനീസ് നോക്കി വായിച്ചില്ലേ ഡ്രൈഡ് മാംഗോ? ഞാൻ പറഞ്ഞു. ഇതിൽ ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ള ഡ്രൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ. അത് നല്ലതായിരിക്കും. ഇങ്ങനെയാണ് പാതി എടുത്ത് ഇതിന് പാതി എടു. സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാവും. ആയിരിക്കും. സ്വീറ്റ് പൊട്ടറ്റോ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ ഉള്ള മധുരം അതെ മറ്റേ ചുവന്ന കിഴങ്ങ്. ഇതൊരു പുളിര. അതിന്റെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടോ ഡ്രൈഡ് ആണ് ഇത്. ഡ്രൈഡ് സാധനം. പക്ഷെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ഇവിടെ ഡ്രൈ ആക്കുമ്പോൾ മധുരം ഒന്നും ചേർക്കൂല കേട്ടോ ഇവര് try ചെയ്യാറുണ്ടോ? ഞാടെ ഷുഗർ ഉണ്ട് ചെറിയ രീതി. ഇല്ല, ഫ്ലേവർ നാച്ചുറൽ സ്വീറ്റ് ആണ്. ഷുഗർ ഒന്നും ഇല്ലടാ. ഷുഗർ ഇല്ലടാ. മുട്ടായിക്ക് പോലും ഷുഗർ ഇട്ടില്ല. ഇട്ടിട്ടില്ല. ഇതില് ഷുഗർ ഇല്ലേ? ഇല്ല, ലൈറ്റ്ലി ഫ്ലേവർഡ് വിത്ത് ഓറഞ്ച്, അത് മാത്രം. നാച്ചുറലി സ്വീറ്റ്. ഇത് മാംഗോ ആണെന്ന് തോന്നുന്നു കണ്ടത്. ഇത് മാംഗോ തന്നെ ഉറപ്പാ. ഇതിലെന്തായാലും അലർജി ഒന്നും കാണൂലല്ലോ. ഇത് ധൈര്യമായിട്ട് തന്നെ ഏത് മാങ്ങോയാണെന്ന് ബോൾ മാങ്ങ പാണ്ടിയാ. ഇതൊരു മാങ്ങ ഫുൾ ഉണ്ടോ? ഇതൊരു മാങ്ങ ഫുൾ ഉണ്ട് വേണ്ട. പാണ്ടി എടുത്ത് കളഞ്ഞിട്ട് മാങ്ങ ഫുള്ള് ഡ്രൈഡ്. ഓ യെസ് യെസ്. ഇത് ഷെയർ ചെയ്തു. ഷെയർ ചെയ്യാം. നല്ല മാങ്ങ. ഫ്രൂട്ടിയൊക്കെ ഉണങ്ങി കഴിച്ച എങ്ങനെ ഇരിക്കും? ഫൈബറൊക്കെ ഉണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ വലിയ പാവള് പോലും. ഇത് കൊള്ളാം കേട്ടോ. ദിസ് ഇസ് ഗുഡ്. ഇത് കൊള്ളാൻ കഴിച്ചു. നല്ല ഫൈബർ സാധനം അല്ലേ? ഇങ്ങനെ വെള്ളത്തിയിട്ട പെരി വരുമായിരിക്കും അല്ലേ? വരും. ഇത് ഫുൾ ഡ്രൈഡ് ഫ്രൂട്ട്സ്. അതും നല്ല മാങ്ങയുടെ ഫ്ലേവർ അല്ലേ? നമ്മൾ ഇനി അടുത്ത സാധനം എടുക്കുകയാണ്. ഇതിന്റെ പേര് കോക്കനട്ട് ജെല്ലി ഡ്രിങ്ക് ആണ്. സ്ട്രോബെറി ഫ്ലേവർ. അത് പൊളിക്കും. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാണ് ഡ്രിങ്ക്. കോക്കനട്ട്. നിങ്ങൾ അത് ഷെയർ ചെയ്യും. ഈവൻ തരൂല. അപ്പൊ അവനാരും അവന് വെള്ളം കൊടുക്കും. ഞാൻ ഇതിനകത്ത് എന്തോ ജെല്ലി സാധനം ഉണ്ട് കേട്ടോ. മറ്റേ ഇതിന്റെ മണം. സ്ട്രോബെറിയുടെ ഭയങ്കര മണം. എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ജെല്ലിയും കാണും. കുറച്ച് ഞാൻ കഴിച്ചോളൂ. ഇത് നമ്മൾ എവിടെ കഴിച്ചിട്ടുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പം വെജിറ്റേറിയൻസ് ഓവർ ആയെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്ത ഒരു സാധനം വന്നിട്ടുണ്ട്. ഐ മീൻ വെജിറ്റേറിയൻ ഡിഷസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അടുത്തത് എനിക്ക് ഇത് വെജ് ആയിരിക്കും. ഇത് വെജാണ്. ഇത് വെജ് ആയിരിക്കും. ഹോട്ടെന്ന് മാത്രം ഇംഗ്ലീഷിൽ. വീറ്റ് ഗ്ലൂട്ടൻ സ്പൈസി സ്ട്രിപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ വെയിറ്റ് വെജാണ്. പക്ഷെ അതില് പച്ച കളർ വെജ് മീഡിയം സ്പൈസി ആണ്. ഇത് രണ്ട് സെയിം അല്ലേ? രണ്ട് സെയിം പാമ്പ് തന്നെ ഇരിക്കുകയാണ്. പാമ്പിന്റെ ഇറച്ചി എടുത്തോ. എന്റെ ഇവിടെ ഉണ്ടാന്ന് കേട്ടപ്പോ നീ വിചാരിച്ചില്ലേ? ഇത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വേറെ എന്തൊക്കെ സാധനങ്ങൾ. എനിക്ക് വേണ്ട. കണ്ടപ്പോഴേ വേണ്ട. തീയല്ലേ ടേസ്റ്റ്. തീയല ഇത് മെയ്ഡ് വിത്ത് വീറ്റ് ഫ്ലോർ. തണുത്ത ചീറ്റൂസിന്റെ തീയെല്ലാം ഉണ്ട്. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട കഴിച്ചോ. ഇവന്മാരെ കൊള്ളാന്നുണ്ടെങ്കിൽ കൊള്ളാന്നുണ്ടെങ്കിൽ ഇവിടെ അടിയാണ്. ഇല്ലെങ്കിൽ നൈസില് മാങ്ങ മറ്റേ ഇത് ഭയങ്കര എണ്ണ. പിന്നെ സോയ ഉണ്ടെന്ന് തോന്നുന്നു. സോസ് എന്തരാണ് സോയ അലർജി വരുമോ? ചിച്ചി എന്തായാലും കൊള്ളൂല. അടുത്തതാണ്. എന്തൊരു മണോടെ അങ്ങോട്ട് നോക്കും കൊള്ളാവില്ലെന്ന് പറയാം. എവന്റെ ടേസ്റ്റ് ബഡിൽ എല്ലാം ഇഷ്ടപ്പെടും. ഇത് വേണ്ട. ഇത് നേരത്തെ കഴിച്ചതാ. ഇത് നേരത്തെ അതേ സാധനം അമ്മമാര് വേണ്ടാന്ന് പറഞ്ഞു. ഇതെടുത്താലോ? കോഴിത്തല. ഇതെന്താണെന്ന് അറിയില്ല. ഇത് ഷെഫ് സ്പെഷ്യൽ ആണ് എന്തായാലും. ഇതെന്തായാലും 6 പേരുണ്ടാക്കിയതാ. ഷെഫ് സ്പെഷ്യൽ അല്ല 6 പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാമറയിലൊന്ന് ഇത് കഴിച്ചിട്ട് പേസ്റ്റ് ആയിരിക്കും. 6 ഷെഫുകളിൽ ലാറ്റിയോ സ്പൈസി വീറ്റ് ഗ്ലൂട്ടൻ സ്ട്രിപ്പ്. ഇതും വെജിറ്റേറിയനാ? ഒതന്റിക് ലാറ്റിയോ
നിങ്ങൾ നേരത്തെ തിന്നതിന്റെ ചേട്ടൻ. അതെ, നമുക്ക് എന്തൊക്കെയാണ് അത് ഇതിൽ രണ്ടെണ്ണം ഉണ്ടെന്നോ? രണ്ടെണ്ണം എനിക്ക് വേണ്ട. ഇല്ല, നീ ഫുൾ നന്മയുള്ള നിനക്ക് ആരും തരണ്ടെന്നല്ലേ പറഞ്ഞു. ഞാൻ എടുത്തു പാതി എടുത്ത് തിന്നു കൊടുത്തു. നല്ല എരിവ്. എടാ ഞാൻ ഇവന്റെ അടുത്ത് കഴിച്ചിട്ട് പാതി ഇങ്ങ് തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ് വേണ്ട നീ ഒന്നും എടുത്തത് അപ്പൊ എനിക്ക് കൊള്ളാം. കളഞ്ഞോടാ നീ അത്? കയ്യിൽ പറ്റില്ല. 4 പാട്ട് സാധനം തെറിച്ചൊക്കെ പോകണം. ഇത് വെജാ വെച്ചാ ഇത് ഭയങ്കര എരിവാ. എലിവുള്ളവർക്ക് എന്നാ കുറേശ്ശെ മാങ്ങ പൊരിച്ച് മാങ്ങ ചീണ്ടി ചൈനീസ് ഫിറ്റ് ആണ്. ചൈനീസിൽ പോകാൻ പതി എടു നന്ദുവിനോട് കൊടുക്കും. ഞാൻ പാതി തരൂല. മാങ്ങ ഇല്ലാതെ നമ്മള് പെട്ടേനെ. ചൈനീസ് മാമ്പഴം. അടുത്തൊരു കേട്ടോ, നമുക്ക് അടുത്ത വീണ്ടും ഒരു വെജിറ്റേറിയൻ പ്രോഡക്റ്റിലോട്ട് മടങ്ങി പോവാം. ഇതൊരു ലെമൺ സ്നാക്ക്. ഇത് ലെമൺ സ്നാക്കാണ്. നാരങ്ങ ഉണക്കിയതായിരിക്കും. അച്ചാറായിരിക്കും മിക്കവാറും. അല്ല, ഇത് മുട്ടായി ആയിരിക്കും. നോക്കാം. നീ ഒന്ന് ആരെങ്കിലും ഉപ്പിൽ സ്വീറ്റ് ആയിരിക്കും. നാരങ്ങ ആയിരിക്കും. നാരങ്ങ മുട്ടായി. ആ, നാരങ്ങ, ഉണങ്ങിയ ഞാൻ നാരങ്ങ. പറഞ്ഞ തന്നെ അത് ഇങ്ങോട്ട് ഇടും. അത് ചിലപ്പോ നല്ലതാവാൻ നമ്മളെ സാധ്യത. നാരങ്ങ ഇത് കൊള്ളാം കേട്ടോ. ഈ നാരങ്ങയൊക്കെ പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. പച്ച നാരങ്ങ ഉണക്കി മധുരം കയറ്റി സെറ്റ് സാധനം തിന്നു നോക്കും. ദിസ് ഈസ് റിയലി ഗുഡ്. ആഹാ, ഇപ്പം ആ ഒരു ചളുപ്പങ്ങ് മാറി. ഒരു കിടില സാധനം വരുന്നുണ്ട്. ഇനി ഇവിടെ മിക്കവരും ചിലപ്പോൾ കഴിച്ചാണല്ലോ ഈ സാധനം. ഇത് ഗ്രീൻ പീസ് അല്ലേ? ഇത് വസാബി. നമുക്ക് എല്ലാവർക്കും ഓരോ വസാബി. മറ്റേത് മറ്റൊന്നുമല്ല, നീ ചുമ്മാ ഇരിക്കുക. വസാബി ഞാൻ കഴിച്ചു. വസാബി. ആ, നീ ഒന്നുകൂടെ കഴിച്ചോ. വസാബിയോ? ആ, വസാബി. 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 വസാബി നമുക്ക് ഫസ്റ്റ് അഖിൽദാസിന് കൊടുക്കാം. വസാബി വസാബി flavored ഫ്ലേവേർഡ് nuts വസാബി ഫ്ലേവേർഡ് ബീൻസ്. വസാബി മാത്രമായിട്ട് ഇങ്ങനെ മതി. നോക്കട്ടെ. എരിവല്ല, കുഴപ്പമില്ലടാ. വസാബി എന്തൊരു സാധനം? വസാബി എന്ന് വെച്ചാൽ നമ്മളെ തലയിൽ പിടിക്കൂടാ. അത് അടിച്ചു കയറും. കാട്ടിൽ കയ്യിലൊക്കെ പോലെ. ഇത് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. നല്ല സ്റ്റാൻഡേർഡ്സ് ഇത് നമ്മൾ കടല. ക്രിസ്പിനെസ്. പക്ഷെ ഇതിന്റെ ഫ്ലേവർ ഒക്കെ കുറച്ചൊരു നോൺ വെജ് ഫ്ലേവർ. ഈ വെജിന് തന്നെ നോൺ വെജ് ഫ്ലേവർ. ഗൈസ്, അങ്ങനെ നമ്മളുടെ അവസാനത്തെ പ്രോഡക്റ്റ് ആണ് ഇത്. വന്നിട്ട് ലെയ്സ് ആണ്. ലെയ്സ് കിംചി അല്ലേ? കിംചി ഫ്ലേവർ. കിംചി എന്ന് പറഞ്ഞാൽ മറ്റേ കൊറിയൻ. ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ഗ്യാസ് അത്രയും ഇവിടെ അവിടെ സെയിം ഗ്യാസ് ആണോ? ഇവിടെ കാർബൺ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാകും. ഗ്യാസ് പിടിച്ചു നോക്കിയിട്ട് ക്വാണ്ടിറ്റി ആയിരുന്നു. അല്ല, ഇവിടെ ഫുൾ ഗ്യാസ് ആണ്. എടാ ഇത് ഈ സാധനം കേടാതിരിക്കാൻ വേണ്ടി അമ്മ അതെ. അല്ല, ലേസിന്റെ ഒരു മൊത്തത്തിലെ പരിപാടി മണ്ടത്തരങ്ങൾ പറയരുത്. എടാ നീ ഒന്നുമില്ലേലും 10-35 വയസ്സായില്ലടാ. അതിന് പറയുന്ന എടാ അതിന്റെ ഒരു കടല തിന്ന് കടല വേണോ? ഇവിടത്തെ എയർ തന്നെ അവിടെ നിന്ന് ഇറങ്ങണം. ഒന്ന് തട്ടിവിടാതെ പോയിരുന്നു. പക്ഷെ ചൈനീസ് പ്രോഡക്ട്സ് അത്ര പക്ഷെ ഭയങ്കര ഇതല്ലല്ലേ? ആണോ? ഫ്ലേവറേ ഇല്ല. ഇതുകൊണ്ട് നമ്മളെ ടേസ്റ്റ് ബഡ്സുമായിട്ട് ഒരിക്കലും നിൽക്കൂല. നിൽക്കുന്ന ഒരു സാധനം അല്ല എനിക്ക് പലതും. മറ്റേ ഒരു അത്ര സ്പൈസി ഫ്ലേവർ ഒന്നും ഇതിൽ തോന്നിയില്ല. എനിക്ക് തോന്നി ഇതിന് മുന്നേ എന്നൊരു സാധനത്തിന് ബേസിക്കലി ഇവന്മാരെ മസാലയാണ് പ്രശ്നം. ഇത് തോന്നിയില്ല. ഇതും തോന്നി. എടാ സംഭവമേ ഇത്രയും പേര് പടം കാണിച്ചേക്കണം. എല്ലാരും ഓരോ പിടി വാരി എരി കൂടി. ഇത് എന്തിനാ ഇഷ്ടപ്പെട്ടടാ ഈ സാധനങ്ങൾ? ഐ മീൻ ചൈനീസ് സാധനങ്ങൾ. എനിക്ക് ഇതിനകത്ത് ആകെ ഇഷ്ടപ്പെട്ടത് ഉണക്കമാങ്ങ. എനിക്ക് ഉണക്കമാങ്ങ, നാരങ്ങ. ഉണക്ക നാരങ്ങ, പിന്നെ അത് നല്ലതായിരുന്നു. വെള്ളം പോലെ ഇരുന്ന സാധനം. അത് അത്രയും ആ, കൊള്ളാം. വെള്ളം സൂപ്പർ ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലേസ്. വെറൈറ്റി. പിന്നെ മുട്ടായി തന്നെ മധുരം ഇല്ലാത്ത മുട്ടായിയാ. ഇഷ്ടപ്പെട്ടു. ആ മുട്ട എനിക്ക് പോർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് അല്ല ഇഷ്ടം. എല്ലാം ഇഷ്ടപ്പെട്ട ഒരേ ഒരു മനുഷ്യ ഇതേ ഉള്ളൂ. നീ വല്ല ചൈനയിലും പോടാ. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ചൈനീസ് പ്രോഡക്ട്സ് നമ്മൾ ടേസ്റ്റ് ചെയ്തു. അതെ അതെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മിക്സഡ് ഒപ്പീനിയൻ ആണല്ലേ? പിന്നെ ഉറപ്പായിട്ടും എന്ന് വെച്ചാ വേറൊരു ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പിടിക്കാത്തൊരു ടേസ്റ്റാ. ഓ എനിക്ക് ഒന്നും പിടിച്ചില്ല. വെള്ളം കൂടി. ഇത് കുഴപ്പമില്ല. ലേസ് ലെയ്സ് കൊള്ളാം. ലെയ്സ് പക്ഷേ ഡിഫറെന്റ്, കുറച്ചൊരു ടേസ്റ്റ് കൂടുതലുണ്ട് അല്ലേ? ഇനി നിങ്ങൾ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ അയച്ചു തരാം. നമ്മള് പോളണ്ടിന്റെ സാധനങ്ങൾ അനുഭവിച്ചു. ഇപ്പൊ ചൈനീസ് അനുഭവിച്ചറിഞ്ഞു. രണ്ടാമത് ചൈനീസ് സാധനങ്ങൾ നമ്മൾ അനുഭവിച്ച ആ ഒരു സാധനങ്ങൾ കുറെ നമ്മൾ അറിഞ്ഞു. അതിന് നമ്മൾ സുദീപ് ബ്രോനെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ പ്രോഡക്ട്സ് നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ അവര് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ് ഉണ്ടല്ലോ, അതിന് അയച്ചാലും മതിയല്ലോ. ലേശം ഇല്ല,
അപ്പൊ നമുക്ക് ബാക്ക് ടു നമ്മളുടെ മെയിൻ ഡിഷിലേക്ക് കടക്കാം. അതെന്തായെന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി അത് എടുക്കോളം തോന്നണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ മേജർ പാർട്ടായ മാംഗോ അരിഞ്ഞു തുടങ്ങാം. നമുക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടിയില്ല. ഞാൻ മാങ്ങ ചെത്തി കഴിഞ്ഞാൽ പകുതി മാങ്ങ മാങ്ങയൊക്കെ ഭയങ്കര വിലയാടാ ഇപ്പൊ. ഇതൊക്കെ പഠിക്കണ്ടേടാ. നമ്മൾ ഈ ചില വീഡിയോ കാണുമ്പോഴേ അവന്മാര് അരിഞ്ഞ് തള്ളും കണ്ടുണ്ടോ, മാങ്ങ തൊലിയുടെ കൂടെ കുറെ ചതപ്പും. അപ്പൊ നമ്മൾ ആലോചിക്കും നീ നല്ലോണം ചെയ്യണുണ്ട് കേട്ടോ. കൊള്ളട്ടെ, താങ്ക്സ്ടാ. ഇവന് കുറച്ച് കൂടുതൽ കൊടുക്കണേ. അയ്യോ ഞാൻ പീലർ എടുത്തായിരുന്നു പറയുമ്പോൾ ഇതിനു വേണ്ടി അത് യൂസ് ചെയ്തു. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കട്ടിയുള്ള തൊലിയൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് പോകും. മാംഗോ സ്റ്റിക്കി റൈസിന്റെ ടേസ്റ്റ് പോകും. മാംഗോയുടെ ടേസ്റ്റ് അവരിങ്ങനെ എന്നിട്ട് അടുക്കുന്ന ഇങ്ങനെ എന്തോ ഒരു എന്റെ മോനെ പക്ഷെ ഈ പ്രശ്നം ഇത് എങ്ങനെ എടുത്ത് വയ്ക്കും. ഇവിടെ ഇങ്ങനെ വെച്ചത് എന്നിട്ട് ഇങ്ങനെ ഭംഗി അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. അയ്യോ ഇനി നമുക്ക് ഒരു മാങ്ങ കൂടി വയ്ക്കാം. ഈ മാങ്ങയുടെയും കൂടി. അവിടെ ഇതിലെ വേറൊരു സാധനം ചെയ്യോടാ. അതിപ്പോ ഇല്ല തൊലി ചെത്താതെ തന്നെ ഒരു സാധനം കാണിച്ചു. വിരിച്ചു വെക്കണം. മറ്റേ ഇതില് ആഗ്രഹമല്ലേ നീ കാണിത്. എല്ലാം പഠിച്ചു വെച്ചിരിക്കണം കേട്ടാ. ശ്രീകാന്ത് ഈ വ്ലോഗ് ഒറ്റയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ഫുള്ള് മാങ്ങാണ്ടി അവിടെ എവിടെയൊക്കെ. പുതിയ മാട്രിമോണിയിലാണ് അങ്ങനെയായിരുന്നില്ലടാ. അത് ഇനി പകുതി നടുക്ക് വെച്ച് മുറിച്ചിട്ട് എല്ലാവർക്കും ഒരു സമ്മാനം പോരളിയാ. അല്ല ഇത് വേറെ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോരളിയാ. എനിക്കറിയാം നിനക്ക് ഇത് പറ്റുള്ളൂ. ഇത് വെച്ച് വേറൊരു സാധനം ഉണ്ട്. ഇത് പൊട്ടിക്കല്ലേ. ഇതിവിടെ വെച്ചിട്ട് ഇനി നമുക്ക് പോയി വേറെ സാധനം മാങ്ങയുടെ പരിപാടി കഴിഞ്ഞാ അവിടെ മാങ്ങ ഇപ്പൊ തിന്ന ഇതിന്റെ ടേസ്റ്റ് പോകും കേട്ടോ. മാംഗോ ഇപ്പൊ തിന്നല്ലേ. അപ്പൊ നമ്മൾ ആ കുഴിയിലും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എള്ള് ഇടണമെന്നാണ്. വെളുത്ത എള്ള് ഇടണമെന്നാണ്. പക്ഷെ നമുക്ക് എള്ള് കിട്ടാത്തതുകൊണ്ട് എള്ളിന് ക്ഷാമം ഭയങ്കര ക്ഷാമം. നമ്മൾ 2 കടയിൽ തിരക്കി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കസ്കസ് നല്ലതായിരിക്കും. നല്ലത് ഫൈബർ വാൽമാക്രി പോലെ ഉണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ നോക്ക്. മാങ്ങ പിന്നെ റൈസ് മാംഗോ വീണ്ടും അതിന്റെ മേളില് ഇമേജ് ഉണ്ടായിരിക്കും. എടാ ഇത് ഇവിടെ നമ്മൾ കുക്കിംഗ് ഇല്ലാത്ത ആദ്യം അല്ല ഇത് നന്ദുവിനോട് ആരൊക്കെ കൈവെക്കുന്നു. എന്റെ റിയാക്ഷൻ കറക്റ്റ് കാണിക്കല്ലോ. നീ കസ്കസ് മാത്രം വാരി കൊടുക്കാതെ ചോറ് ഇതും കൂടെ ഒരു പീസും കൂടെ. ചോറ് വന്നില്ലടാ അതില്. റിയാക്ഷൻ ചോറുണ്ട്. വേണമെങ്കിൽ അവനൊരു ചെറിയ മാങ്ങ ഉണ്ട് അതിലുണ്ടാ മാങ്ങ. മാങ്ങയുടെ മാത്രം ഫ്ലേവർ ആയി പോടും. ഫ്ലേവർ ഒന്നും ഇല്ല. അവനൊരു പേടിയുണ്ടായിരുന്നു. കുഴപ്പമില്ലെന്ന് വരെ പറഞ്ഞു കേട്ടോ. അപ്പൊ വലിയ അങ്ങോട്ട് കഴിച്ചത് എന്റെ കഴിപ്പുണ്ടോ എടാ ഇത് സംഭവം എന്ന് വെച്ചാലേ ചോറിന്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്ന തേങ്ങാപ്പാലാണല്ലേ. തേങ്ങാപ്പാൽ ചോറാ. പക്ഷെ കുറച്ച് നോക്കട്ടെ. ഇനി നമുക്ക് ഞാൻ ഒരു മാങ്ങ എടുത്ത് ഇതെന്റെ ഒതന്റിക്കേറ്റ് ഞാൻ ഒരു ടേസ്റ്റ് എന്താ എന്നിട്ട് കുറച്ച് മാങ്ങ തിന്നട്ടെ. ഓ മാങ്ങ സൂപ്പർ കേട്ടോ. മാങ്ങ വലിയ പീസ് എടുത്ത് തിന്നു നോക്കണം. മാങ്ങ കൂടുതലും ഇത് കുറച്ചും. അതില് വീണ്ടും കോരി കഴിച്ചാ മാങ്ങ വെച്ചിട്ട് തിന്നാനുള്ള മാങ്ങ കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിലേ കൊള്ളാം. കൂടുതൽ വേണം. അതാണ് നല്ല ടേസ്റ്റ്. ഞാൻ അല്ലാതെ കഴിച്ചോളാം. അല്ലല്ല അതല്ല ഇനി വായിക്കോട്. ഇവന് അത്രയ്ക്ക് ഇതില്ലടാ. നല്ല സാധനോടാ. ഇനി തരൂലേ ചോദിച്ചാ. നീ കൊടുക്കല്ലേ. ഇത് മാങ്ങയുടെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ചോറെടുക്കാം. ഒരു പീസ് മാങ്ങ ഇങ്ങനെ ഉണ്ടോ? പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും ഇല്ല.
അങ്ങനെയാണ് മാംഗോ സ്റ്റിക്കി റൈസ് അങ്ങനെയാ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ടേസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരുമിച്ചൊന്നുമില്ല. പക്ഷെ തേങ്ങാപ്പാലും മാങ്ങയും കൂടി ഇട്ട് ഒരു നല്ല ഡിഷ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ അതൊന്ന് കുറച്ച് പാർസൽ ചെയ്യണേ. അതാണ് ഈ ഡിഷ്. നന്ദുവിന് പാർസൽ ചെയ്യണേ. ഇത് വേണ്ട. കൊള്ളാം കേട്ടോ. ഇത്രയും ചോറ് നിനക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഉണ്ടാക്കിയത്. കാര്യം ചോദിച്ചാൽ പഴവങ്ങാടി നിന്നാണെന്ന് പറഞ്ഞാൽ മതി. പായസം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫ്ലേവർ ഉള്ളത് ആ തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ, നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ മാങ്ങയുടെ കൂടെ വരുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ. നല്ല ഈ രുചി ഉണ്ട്. ചോറ് പക്ഷെ മാങ്ങയുടെ ആ ഒരു പുളിപ്പ്, ചെറിയൊരു പുളിപ്പുണ്ടല്ലോ. നല്ലതല്ലേ? പക്ഷെ മാങ്ങയും ഇതും തമ്മിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നു. അതെന്താ ഒരുമിച്ച് ജോയിൻ ആയില്ല. ജോയിൻ ആവും. നീ വലിയ മാങ്ങയില് കുറച്ച് ഇത് വെച്ചിട്ട് തിന്നു നോക്കിയാൽ ആ ഒരു തേങ്ങാപ്പാലിന്റെ സോസ്. നല്ല അല്ലെങ്കിൽ അഖിലേഷിന്റെ ആ ഒരു അപ്പൊ ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ സ്റ്റിക്കി റൈസിന്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? സാധനം മാങ്ങ സൂപ്പർ. അല്ല, മാങ്ങയും ഇതും കൂടെ തമ്മിൽ ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ തേങ്ങാപ്പാലും ചോറും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ. നല്ലൊരു സാധനം. അത് ഈ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ലതായതുകൊണ്ട് ഒരുമിച്ച് കഴിക്കുമ്പോഴും കൊള്ളാം. തേങ്ങാപ്പാൽ ആൾറെഡി കൊള്ളാമല്ലോ, പിന്നെ ചോറ് കൊള്ളാം, പിന്നെ ആ കസ്കസ് വളരെ പിന്നെ സോസ് സെറ്റ്. അത് അപ്പൊ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അഖിലേഷ് ഇന്ന് വാടിച്ചു വിട്ടിട്ടുണ്ട് എല്ലാം. ഇതിന്റെ ഏകദേശം പകുതി അവനാ കഴിച്ചു. ഒരു 4-5 കിണ്ണവും ഒരു അര ആ സോസ് പകുതി തീർത്താവലാണ്. എനിക്ക് നിനക്ക് സൗത്ത് ഈസ്റ്റ് കുസീസ് ചിലപ്പോ ഇഷ്ടം. നീ ഉടനെ തായ്ലാൻഡിൽ പോകും. തായ്ലാൻഡിൽ പോയി എല്ലാം എനിക്ക് താല്പര്യം പോണെന്ന് പറഞ്ഞ നാളത്തെ അഖിലേഷിന്റെ റിവ്യൂ കൂടെ ചിലപ്പോ കാണും ഈ വീഡിയോയുടെ എൻഡിൽ. അഖിലേഷ് ഭാര്യ കൊച്ചുമായിട്ട് ഉടനെ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കൊള്ളാം. ഇതെന്ന് വെച്ചാൽ ഓവർ മധുരമൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സാധനവും ഇല്ല. ഇത് തായ്ലൻഡിന്റെ പരിപാടിയാണെങ്കിൽ നമുക്ക് ഇത് സുലഭമാണ്. സുപരിചിതമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എല്ലാരും ട്രൈ ഒരു ഡയലോഗ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ പുതിയ ഡിഷസുമായിട്ട് വരുന്നവരായിരിക്കും. ബൈ. പറയാ അവിടെ എങ്ങാനും തീർച്ചയായും അപ്പുറത്ത് പോയത് ക്യാമറ ഉണ്ടല്ലോ. നമുക്ക് അവന്റെ ക്യാമറ നശിപ്പിക്കും ആദ്യം. അത് റിക്കവർ ചെയ്യാൻ പറ്റും. എന്താ സംഭവം? എന്താ നീ ചത്തുപോയാൽ ആരോടെ